ഹായ് ഫാമിലി, വെൽക്കം ബാക്ക് മൈ ചാനൽ മുറാസ് ടൈം. ഇന്ന് വെള്ളാനിയുടെ കായൽ തീരത്താണ്, പക്ഷേ ഭയങ്കര മഴയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലിൽ വെട്ടിച്ച ഞണ്ടും ചീനിക്കിഴങ്ങും. അപ്പം പരിപാടിയിലോട്ട് പോവാം, സമയമില്ല. മച്ചാമാരെ, തേങ്ങാപ്പാൽ കണ്ടല്ലോ, തേങ്ങാപ്പാലിൽ വറ്റിച്ച ഞണ്ടും അവിച്ച ചീനിക്കിഴങ്ങും എങ്ങനെ ഇരിക്കും ഉണ്ടാക്കിയ ശേഷം നോക്കാം കേട്ടാ. ഞണ്ട് കഴിവാ. ഈ കുറെ ഞണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ ചട്ടി മൊത്തം നിറഞ്ഞു കിടക്കുള്ളൂ, കാണാൻ രസമുള്ളൂ. ഇതാ എടുത്തതാ ഇങ്ങനെ ഇത് കടിക്കുക ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇതാ കടിക്ക് തിന്നാനും പറ്റുള്ളൂ. ഞണ്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, രണ്ടും കൂടെ 250 ഗ്രാം വരും. 4 തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക് ചതച്ചത്, എരിയുള്ള പച്ചമുളകാണ്, കരിവേപ്പില, മല്ലിയില, എരിയുള്ള മുളക്, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, മഞ്ഞപ്പൊടി, ഗരം മസാല. ഇത്ര സാധനം. 2ാം പാലും 1ാം പാലും ഉണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് പാലൊഴിക്കുന്നു, ഇതിൽ വറ്റിച്ചെടുക്കുക. ആദ്യം ഞാൻ അടുപ്പ് കത്തിക്കുക. ചട്ടി നല്ല ചൂടായി. സക്കിലാട്ടിയ വെളിച്ചെണ്ണ അല്ല, നമ്മളെ നാട്ടിലുള്ള വെളിച്ചെണ്ണയാണ്. ഓക്കെ, ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒരു 250-300 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കടു അറിയാമല്ലോ, ഞാൻ കവറിൽ കൊണ്ടുവന്ന കാര്യം തറയിൽ വരുന്ന അടി നടക്കുമെന്നാണ് പറയുന്നത് പഴയ ആൾക്കാർ. സമസാധനമുണ്ട്, സമസാധനം. നമ്മൾ താളിക്കാൻ വേണ്ടി ലേശം ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതൽ കിടക്കണം, നല്ലതാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവണം. അടി പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത്, അറിയാലോ. അതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ചിട്ടത്, രണ്ടായിട്ട് ഇടാത്ത കാര്യം. ഒരുമിച്ചിട്ട നമുക്ക് അടി പിടിക്കും, കുറയും. ഇഞ്ചി എടുത്ത് സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി അടി പിടിക്കും. ലേശം മഞ്ഞപ്പൊടി ചേർക്കാം, വളരെ താത്തെ ചേർക്കാൻ പറ്റും. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് കാറ്റടിക്കുന്നത് കേട്ടാ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം അടിപൊളിയായിട്ട് കണ്ടല്ല, അല്ല മപ്പായിട്ടുണ്ട്, മപ്പ് സെറ്റപ്പായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് ലേശം ചെറിയ ഉള്ളി ചേർക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ച സവാള, ലേശം ഉപ്പ്. ലേശം ഉപ്പ് ഇതിൽ ചേർത്താനുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവാൻ നമ്മളെ സഹായിക്കും ഈ ഉപ്പ്. അപ്പം നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും ഈ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ സാധനങ്ങളെല്ലാം കിടന്ന് നല്ലൊന്ന് ബ്രൗൺ ആയി പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം. ഒരുപാട് തീ കൂട്ടിയിട്ടില്ല, അടിയിൽ പിടിക്കും. വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണയിലാണ് കിടക്കുന്നത്. തീ കുറച്ചിട്ടിട്ട് അതിനൊന്ന് വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അടയ്ക്കുക. അതിനുശേഷം കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അടി പിടിച്ചാൽ എനിക്ക് അറിയില്ല, നോക്കാം. നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരുന്നത്. തക്കാളി എല്ലാം കൂടെ കിടന്ന് പിടിക്കട്ട്, അതും കുറച്ചേരം നമുക്ക് അടച്ചു വയ്ക്കും. അപ്പോൾ എന്തൊക്കെ കളറായെന്ന് അറിയാമോ? മഞ്ഞയും ചുവപ്പുമായി. ഇനി പച്ച കയറണം, പിന്നെ അതേ പിന്നെയും ചുവപ്പ് കയറണം. ഇതെല്ലാം കയറിയിട്ട് ഇവൻ ഒന്ന് കയറുന്നത് അങ്ങോട്ടൊക്കെ കണ്ടല്ല. ഇവൻ അങ്ങോട്ട് കയറുമ്പോൾ രൂപം മാറും, ഭാവം മാറും. അങ്ങനെ രൂപം മാറും, ഭാവം മാറും. സംഭവം നമ്മൾ ഈ ഞണ്ടിലെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് ബന്ധ് കലങ്ങി അങ്ങനെയൊന്നും ആവണ്ട. ഈ പരുവമാണ് ഇതാണ് ഇതിൻ്റെ പരുവം. ഞണ്ടിന് ഇത്ര ആവാവും. ഇനി ഇതിൽ നമ്മൾ മസാല ചേർത്ത് ഒരു അര വേവ് മതി. ഒരുപാട് ബന്ധ് കലങ്ങിയാൽ അത് ശരിയാവില്ല. നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും അടുപ്പിൽ വെച്ചുള്ള സാധനത്തിൽ പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് തീ കുറയ്ക്കണം. തീ കുറച്ചില്ലെന്തിനായി അടി പിടിച്ച് കറുത്ത് വേറെ കളറായി ടേസ്റ്റ് മാറി കരിഞ്ഞ് പറന്നു പോകും. ആദ്യം മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, അതിലേശം കൂടുതൽ കിടക്കട്ടെ, ഒരു കളറ് കാണാൻ നല്ല ഗുമ്മായിരിക്കും. ഇനി നമുക്ക് മറ്റേ മുളക്, അതായത് എരിവുള്ള മുളക്, കാശ്മീരി അറിയാമല്ലോ കളറാണ്. എരിവുള്ള മുളക് ഞാൻ ചേർക്കല്ല, അതിന് പകരം കുരുമുളകാണ് ചേർക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇപ്പം ചേർത്ത സാധനത്തിൻ്റെ പച്ചച്ചവ മാറണം. ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വളർന്ന് പറഞ്ഞത്. അതിനാണ് ഒരു 5 മിനിറ്റത്തെ എനിക്ക് പണിയുണ്ട്. ഇത് കണ്ട ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. 2ാം പാൽ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്, കണ്ടല്ലോ. അതാണ് തേങ്ങാപ്പാലിൽ വറ്റിച്ച ഞണ്ട്. അപ്പൊ സംഭവം ഈ ഞണ്ട് ഇതിൽ മുങ്ങിക്കിടക്കണം, കുറച്ചെങ്ങനെ മുങ്ങിക്കിടക്കണം. എന്താ തിളക്കട്ടെ, അടച്ചു വെക്കാം.
തിളച്ചതിന് ശേഷം ഞണ്ടിടാം. സംഭവം തിളച്ചാൽ നോക്കാം. തിളച്ച് കണ്ടല്ല, ഞണ്ടിടാൻ വേണ്ടി ഞണ്ട്. കണ്ടല്ല സംഭവം. ഇതെല്ലാം കിടന്ന് പിടിക്കട്ട്. ഇതിന് ശേഷം ഏകദേശം 15 മിനിറ്റ് എടുക്കും. എന്നതിന് ശേഷം എന്തെന്നറിയാമോ, ഈ ഒന്നാം പാൽ ഒഴിച്ച് അതിനുശേഷം കുരുമുളകും മസാലയും വെളിച്ചെണ്ണയും കറി വേപ്പിലയും മല്ലിയെല്ലാം ചേർത്ത് നമ്മൾ ഞാൻ അടച്ചു വെക്കുകയാണ്. ഓക്കെ. തിള കണ്ട. അപ്പോൾ നമ്മൾ തിരിച്ചാണ് എല്ലാം ഇട്ടേക്കുന്നത്. മാംസമുള്ള ഭാഗം നമ്മൾ തിരിച്ചിട്ടേക്കാണ്. ഇനി നമുക്കൊരു തിരിപ്പ് ഇവിടെ തിരിക്കാം. ഇങ്ങനെ രണ്ട് നല്ല മുങ്ങിക്കിടന്ന് ഈ സാധനം അടച്ചു വെച്ച് മസാല പിടിക്കണം. ഐറ്റങ്ങൾ കണ്ടല്ലോ. അപ്പോ പൊളപ്പൻ വെച്ചോണ്ടെന്നാ ശരിയാവില്ല. നമ്മളിനി അടുത്ത പരിപാടിയിലോട്ട് പോകുന്നു. ഒന്നാം പാൽ, കുറുകിയ പാൽ. ഇതാണ്ട മസാല, ഗരം മസാല, ഫൈനൽ ടച്ചാണ്. ഫൈനൽ ടച്ച് കുരുമുളക് പൊടി. സാത്തിട്ടില്ലേ കണ്ണ് നീറും. കറി വേപ്പില, എൻ്റെ വീട്ടിലെ കറി കെട്ടില്ല. ഇത്ര സാധനം കിടക്കും. ലാസ്റ്റിലെ വെളിച്ചെണ്ണയും മല്ലിയിലേക്ക് ലാസ്റ്റ് ചേർക്കാം. അവസാനം ഒരു ടച്ച് ഒരു പരിപാടിയും ഉണ്ട്. ഒന്നാം പാൽ ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിളച്ച് മറിഞ്ഞ് കുറേ വെട്ടി തിളയ്ക്കാൻ പാടില്ല. ഒരു ജസ്റ്റ് ഒരു തിള തിളയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുകയാണ് ഇനി അടുത്ത. മനസ്സിലായോ? എന്തിനാ പാലിൻ്റെ രുചിയും എല്ലാം കിട്ടുള്ളൂ. ഫൈനലാണ് മല്ലിയില ചേർത്ത് സംഭവം റെഡിയായി. ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അടുപ്പ് ക്ലോസ് ചെയ്തു. എനിക്ക് സഹിക്കാൻ വയ്യ. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അതായത് തേങ്ങാപ്പാലിൽ പറ്റിച്ച ഞണ്ടും ചീനിക്കിഴങ്ങും. എങ്ങനെ ഇരിക്കും? കുടിച്ചാലോ? ചീനിക്കിഴങ്ങ്. ഇതാണ് ഞണ്ട്. വരിയണ്ടേ സാറേ? ചീനിക്കിഴങ്ങെന്നും പറയും, മധുരക്കിഴങ്ങെന്നും പറയും. കണ്ടല്ല, അള്ളി വാറിന് കണ്ടല്ല. പൊളപ്പ് എന്ന് വെച്ചാൽ പൊളപ്പ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചീനിക്കിഴങ്ങും തേങ്ങാപ്പാലിൽ പറ്റിച്ച ഞണ്ടും സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിൽ കയറി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.